ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വർത്താനം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോണ വീഡിയോ കേട്ടോ. എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് 2 ദിവസത്തിന്. അപ്പോൾ ഞാൻ ആഴ്ച പോണ സമയത്തുണ്ടല്ലോ, അവൾ പോണൊക്കെ പോയി മനസ്സിലാവും കേട്ടോ. നമ്മൾ മാറ്റുന്നതും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ പോയപ്പോൾ വിഷമമാണ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീട് എവിടെയെന്ന് വെച്ചാൽ മഞ്ചേരി തോട്ടക്കേട് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കീശ്ശേരിക്ക് ആ ഭാഗത്താണ്. നമ്മൾ എസ് കെ വ്ളോഗൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ലേ, എസ് കെ വ്ളോഗ് പാട്ടുകാരുണ്ടല്ലോ, അവരുടെ വീടിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ആ ബെല്ലൈക്കൺ അടിച്ച് ഹോൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അവളിട്ട് പോണതിന് 2 ദിവസമേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഐശുവിൻ്റെ കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ, അവരുണ്ടല്ലോ. അപ്പോൾ ഏറെ വിഷമമാണ് കേട്ടോ. അപ്പോൾ അതാ 2 ദിവസത്തിനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടല്ലോ അവിടെ ചെന്ന് എല്ലാവരും ഹാപ്പിയായി ഇങ്ങനെ വർത്താനം പറഞ്ഞ് കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ അത്ര ചിന്തയും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുമ്പോണ്ടല്ലോ ഭയങ്കര വിഷമമാണ്. എനിക്ക് കണ്ണിലൊക്കെ വെള്ളം നിറയിട്ടോ. അവൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇനി പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയാലും തൊട്ടടുത്ത് ഞങ്ങൾ തറവാട് കേട്ടോ, അവിടേക്ക് പോയാലും ഒക്കെ അവളുണ്ടല്ലോ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. മേലേക്കൊന്ന് കയറും, പിന്നെയും തിരഞ്ഞു നോക്കും, പിന്നെയും കയറും, പിന്നെയും നൂല് വിളിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറയണേക്കാം മോൾ പിന്നെ ഓള് പിന്നെ ഈ പോയിട്ട് ഭയങ്കര കരച്ചിലും തെരച്ചിലും ഒക്കെയാണ് ഒന്ന് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവൾ ജനലിൻ്റെ കൂടെയൊക്കെ ചാടും, പിന്നെ തെരഞ്ഞു പോയിരിക്കും. പിന്നെ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെയൊക്കെ ചാടും കേട്ടോ. അവിടെയൊക്കെ തെരഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോവും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും ഇവരെന്താ ചെയ്യണ ഇങ്ങനത്തെ ഒരു ചിന്തയാണ് കേട്ടോ. മക്കളാരെങ്കിലും കൊണ്ടുപോവോ, പുറത്തേക്ക് ഇറങ്ങുമോ, ജനലിൽ കൂടെ പോവോ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. ഏതായാലും 2 ദിവസത്തിനേ ഉള്ളൂ, കുറേ ദിവസമൊന്നും നിർത്തൂല. 2 ദിവസത്തിനായിട്ട് ഞാൻ അധികരിച്ചും പോകൽ. പിന്നെ ഒരു ദിവസം ചൊവ്വാഴ്ച പോയിട്ടുണ്ടെങ്കിൽ ബുധൻ വ്യാഴം നിന്ന് വെള്ളിയാഴ്ച പോകുന്ന കേട്ടോ. അങ്ങനെയാണ് 2 ദിവസം മാത്രം നിന്നിട്ടുള്ളൂ. എന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയിലാണ് പോണത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് വീട്ടിൽ പോണത്. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷം കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അനിയത്തിയും മകളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ. എനിക്ക് അനിയത്തിയും 3 ആങ്ങളാരുമാണ് ഉള്ളത്. അപ്പോൾ 3 ആളും തൊട്ടടുത്ത് തന്നെയാണ് വീട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അടുത്താണ് കേട്ടോ. വലിയ ആങ്ങളുടെ കുടിയിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയത്തി ഞാനും ഒപ്പം തന്നെയാണ് പോക്ക്. അവൾ കുറേ ദിവസമൊക്കെ നിൽക്കും കേട്ടോ. 8 ദിവസമൊക്കെ നിൽക്കും. ഞാൻ 2-3 ദിവസം മാത്രമേ നിൽക്കലുള്ളൂ കേട്ടോ. അത്രയും സമ്മതിക്കുള്ളൂ. പിന്നെ എന്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഞാനൊക്കെ വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന മാതിരിക്കാണ് കേട്ടോ. ഗൾഫിൽ നിന്ന് നമ്മൾ 1 മാസത്തെ 2 മാസത്തെ ലീവിനൊക്കെയാണല്ലോ ഹസ്ബൻഡൊക്കെ വരിക, അതേമാതിരിക്കാണ് കേട്ടോ. ആകെ ഒരു 5-6 മാസത്തിൽ 2 ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ പോവുക. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളോ പരിപാടിയോ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതല്ലാതെ അതും അങ്ങനെ പോക്കൊന്നും ഇല്ല കേട്ടോ. ദൂരെ ആയതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഓൾക്ക് ലീവ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ അങ്ങനെ പോക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 4 മാസം അല്ലെങ്കിൽ അങ്ങോട്ട് വരിക, അങ്ങനെ 3-4 മാസം കൂടുമ്പോഴൊക്കെ തന്നെയാണ് പോക്ക്. അപ്പോൾ ഞാൻ പറയാം, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോണത് നല്ല ഗൾഫിൽ നിന്ന് വരുന്നമാതിരിക്ക് ഒരു വിരുന്നാർ ചെല്ലണമാതിരിക്കൊക്കെയാണ് അല്ലേ. എല്ലാവരും അല്ലേ കേട്ടോ, ഒരു ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ കുട്ടികളെ സ്കൂള് മദ്രസ് അങ്ങനത്തെ ട്യൂഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ തീരെയും പോകാൻ കഴിയൂല അല്ലേ. ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ ഒരുവിധമൊക്കെ എല്ലാവരും വിരുന്ന് പോയി 8 ദിവസം 10 ദിവസമൊക്കെ നിന്ന് പോരുന്നേല്ലേ. സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് അപ്പം മക്കൾക്ക് എങ്ങനെയും പിന്നെ അധികരിച്ചൊന്നും പോകാൻ കഴിയില്ല. പിന്നെ ഒരു ഇതൊക്കെ മക്കൾ പിന്നെ കെട്ടിച്ച് മക്കളെ കെട്ടിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ തീരെയും പോക്കില്ലേ അല്ലേ. പിന്നെ നമ്മൾ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെ സ്വന്തമായി അങ്ങനെ നിൽക്കുകയല്ലേ. അതൊക്കെയാണ് ഓരോ പെൺകുട്ടികളെയും അവസ്ഥ. അപ്പോൾ നല്ലവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഞാനുണ്ടല്ലോ പിന്നെ മഞ്ചേരിയൊക്കെ എത്തി, കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ബേക്കറി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ കീശ്ശേരി ബസ് കയറി ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാറൊക്കെ കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ്, നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോനോട് പറയാം, നമുക്ക് ഇതിൽ നിന്നൊരു കാർ കിട്ടിയാൽ മതിയില്ലേ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി പോരാന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അത് ഏകദേശം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ മോനോട് എടുക്കാൻ വന്നപ്പോൾ നമ്മളത്ര കാര്യമാക്കിയില്ല കേട്ടോ, ഓർമ്മയില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് അങ്ങേ സൈഡത്താണ് കേട്ടോ എൻ്റെ വീട്. ഇതുണ്ടോ, അതാണ് എൻ്റെ വീട്. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആങ്ങളുടെ വീട് കേട്ടോ. രണ്ടാമത്തെ ആങ്ങളുടെ വീട്, വലിയ ആങ്ങളുടെ വീടാണ് കേട്ടോ. നമ്മൾ പിന്നെ ഈ സൈഡിലുള്ളത് ഇത് വലിയ ആങ്ങളുടെ വീട്. ഇപ്പം നേരെ കൂടിയിരുന്നതാണ്.
പിന്നെ അതാ എൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഈ പോണത് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ എനിക്ക് കല്യാണം ഉണ്ട് കേട്ടോ. പന്ന അനിയൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷയ്ക്കൊന്നും പോകണ്ട, പാടത്ത് കൂടെ നടന്ന് പോവാന്ന് പറഞ്ഞിട്ട് അനിയത്തിനോട്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടല്ലോ ചെറുതാകുമ്പോഴൊക്കെ ഇതിലേന് നടന്ന് പോക്കിന് കേട്ടോ, വണ്ടിക്കൊന്നും അങ്ങനെ പോക്കുണ്ടായില്ല. അപ്പോൾ ഇതുണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് തോടാണ്, ഇതിലൊന്നും ഒട്ടും വെള്ളമില്ല കേട്ടോ. അതൊക്കെ നമ്മൾ നീന്തി കുളിച്ചീനെയും കളിച്ചീനെയൊക്കെ തോടാണ്, ഒട്ടും വെള്ളമില്ല. പിന്നെ നമ്മൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങേ സൈഡൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ അധികരിച്ച് ഇങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഒരു ദിശയിൽ ഇങ്ങനെ പടുത്ത് ഇങ്ങനെ എന്തിനേലൊക്കെ ആയിട്ട് പോക്കുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ നമ്മൾ പണ്ടൊക്കെ നടന്നിരുന്ന സ്ഥലമാണല്ലോ, കാണുന്ന ഓട്ടോറിക്ഷയ്ക്കോ വണ്ടിക്കോ അല്ലെങ്കിൽ ബൈക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് നമുക്ക് നടന്ന് പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ അനിയത്തിൻ്റെ മോളും ഞാനും കൂടെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കല്യാണം എന്താണെന്ന് വെച്ചാൽ 18-ാം തീയതിയാണ്. എൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇട്ടിട്ട് ഇടണ്ട കേട്ടോ. അപ്പോൾ അത് പുതിയ ചാനലാണ്, അതിലാണ് കല്യാണ വീഡിയോ വ്ളോഗൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മഞ്ചേരി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കടയിൽ കയറണം എവിടെ കയറണം എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം കയറി ഒരു ഐറ്റംസ് കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കളർ ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ചിലപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിക്കും കൂടെ ഡ്രസ്സും കൂടെ എടുത്ത് പിന്നെ മൂക്ക് അടിച്ചാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ മൂക്ക് അടിച്ചാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും എടുക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളും ഐറ്റംസും ചെരുപ്പും അങ്ങനത്തെ ഒക്കെ എടുക്കണം കേട്ടോ. അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏത് മോഡൽ വേണമെങ്കിലും നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല ഉള്ളിലേക്കായിട്ടാണ് കട, ഉള്ളിലല്ല റോഡ് സൈഡ് തന്നെയാണ്, എന്നാലും നല്ല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അധികം റേറ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേഗം സെലക്റ്റായി. പിന്നെ അനിയത്തിക്ക് നോക്കി അങ്ങനെ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങി, ഓട്ടോറിക്ഷയ്ക്ക് പോന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്നതാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ധാറിട്ടത്, ഇതിപ്പോൾ ധാറിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് പോണത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ.